രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. രാഹുൽ മാങ്കൂട്ടത്തിനായി തിരച്ചിൽ തുടരുന്നു. മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. ശ്രീലങ്കയിൽ കനത്ത നാശം വിധിച്ച ഡിഡ്വാ ചുഴലിക്കാറ്റ്. മരണം 100 കടന്ന്. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക്. തമിഴ്നാട്, പുതുശ്ശേരി, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. നാളെ വരെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. കേസ് നടത്തിപ്പുകാരായ 2 പേർക്ക് എതിരെ പ്രവർത്തിച്ചത് മതിയായ സുരക്ഷ ഒരുക്കാതെയെന്ന് കണ്ടെത്തൽ. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇന്ന് നിർണായക ചർച്ച. DK ശിവകുമാറും സിദ്ധരാമയ്യയും കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ച ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം. മലപ്പുറം ഒതായിയിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മനാഫ് കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. വിധി പറയുക മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി. പ്രതി ആലങ്ങാട് ഷെരീഫ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് ഇന്നലെ. കേസിൽ വിധി വരുന്നത് കൊലപാതകം നടന്ന് 30 വർഷത്തിനു ശേഷം.